ഇന്ന് താമരശ്ശേരി ചുരത്തിലേക്കാണ് യാത്ര. ഇത് അതിനു മുമ്പുള്ള അടിവാരം എന്ന സ്ഥലമാണ്. ദൂരെ കാണുന്ന ആ മലയാണ് നമ്മൾ പറയുന്ന താമരശ്ശേരി ചുരം. ഇപ്പോൾ നല്ല മഞ്ഞൊക്കെ അവിടെ മൂടി നിൽക്കുന്നുണ്ട്, ദൂരേക്ക് നോക്കി കാണാൻ പറ്റും. ഇത് ഒരു 800 മീറ്റർ ഉയരത്തിലാണ് താമരശ്ശേരി ചുരത്തിൻ്റെ മുകൾ ഭാഗം വന്നത്. അതുപോലെ 12 കിലോമീറ്റർ ഉണ്ട് ചുരം മുഴുവനും. 9 ഹെയർപിൻ വളവുകളുമുണ്ട്. ശരിക്കും നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ കാർമേഘങ്ങളൊക്കെ നമ്മുടെ അടുത്ത് കൂടെ പോകുന്നത് കാണാൻ പറ്റും. ഈ ചുരത്തിൽ കുറച്ച് മുകളിലേക്ക് കഴിഞ്ഞാൽ പിന്നെ മുഴുവനും കാടാണ്. അപ്പോൾ ആനയും അങ്ങനെയുള്ള മാനും ഇതൊക്കെ റോഡിൽ വന്ന് നിൽക്കാറുണ്ട്. ആനേനെ സ്ഥിരം ഒരു കാഴ്ചയാണ് പോകുമ്പോൾ കാണുക എന്നുള്ളത്. ഇതിപ്പോൾ പണ്ടത്തെ ചുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു മുകളിൽ പോകാൻ, കുറേ സമയം എടുക്കുമായിരുന്നു. ഇപ്പോൾ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചുരം മുഴുവനായിട്ട് കവർ ചെയ്യാം. അത് വഴിയൊക്കെ വലുതാക്കി കുറച്ച് വീതി കൂട്ടി നല്ല സുഖമായിട്ട് തന്നെ യാത്ര നടത്താൻ പറ്റും. ഇത് നമ്മൾ ഒരു ഹെയർപിൻ വളവിൻ്റെ അവിടെ കുറച്ച് വീതിയുള്ള സ്ഥലമുണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് അല്ല, ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. കുറച്ച് മുകളിൽ പോയി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ ചുരത്തിന് ശരിക്കും കുറേ ചതിയുടെ ഒരു കഥയുണ്ട്. ഇവിടെ കരിന്തണ്ടൻ എന്ന ഒരു ആദിവാസി യുവാവ് പണ്ട് ആടിനെ വെച്ച് നടന്നിരുന്നു താഴ്വാരത്ത്. ബ്രിട്ടീഷുകാർ അവർക്ക് ഇത് വഴിക്ക് മൈസൂർക്ക് പോകാനൊരു വഴി വേണമായിരുന്നു. പക്ഷെ അവർ പഠിച്ച പണി 18 നോക്കിയിട്ടും വഴി കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ആരോ പറഞ്ഞറിഞ്ഞ് കരിന്തണ്ടനെ സമീപിച്ച് കരിന്തണ്ടൻ വഴി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ബ്രിട്ടീഷ് എഞ്ചിനീയർ അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവർ വഴി വെട്ടി. പക്ഷേ വഴി വെട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ കരിന്തണ്ടനെ ഒരു പോയില്ല എന്നോർത്തുകൊണ്ട് കരിന്തണ്ടനെ കൊന്നുകളഞ്ഞു. ഇത് പോണ കുറേ കുരങ്ങന്മാരെ കണ്ടാണ് അവിടെ. പക്ഷേ പ്ലാസ്റ്റിക് നിരോധന മേഖലയായിട്ട് ഇപ്പോഴും അവിടെ കുറേ ആൾക്കാർ പ്ലാസ്റ്റിക് കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം വരാൻ കിട്ടുന്നറിയാൻ വേണ്ടി ഇവർ നോക്കുന്നതാണ്. ശരിക്കും ഇത് ഭയങ്കര അനീതികരമായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ലൈൻ പോകുന്നത് പണ്ടും ഇപ്പോഴൊക്കെ നമുക്ക് ആ ഒരു പോസ്റ്റ് കാണാൻ പറ്റും. ഇതൊരു കാഴ്ചയാണ്. ഇവിടെ ആകാശം മുട്ടി നിൽക്കുന്ന സ്ഥലമാണ്. അതായത് ഇൻഫിനിറ്റി പോയിന്റ് അല്ലെങ്കിൽ ചക്രവാളം വന്ന് നിൽക്കുന്നത് പോലെ തോന്നുന്നു ഇവിടെ ഇതിലൂടെ പോകുമ്പോൾ. അങ്ങനെ കരിന്തണ്ടനെ കൊന്ന് അവർ വഴി വെട്ടി. ഇപ്പോൾ കരിന്തണ്ടന് വേണ്ടി വായിക്കുന്ന ആളുകൾ കുറേ ഉണ്ട്. ഈ വയനാട് ചുരം കരിന്തണ്ടൻ ചുരം എന്ന പേരിലേക്ക് മാറ്റണമെന്നും പറഞ്ഞ് കുറേ സമരമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് കരിന്തണ്ടൻ്റെ ആത്മാവിനെ കെട്ടി എന്ന് പറയപ്പെടുന്ന ഒരു ചങ്ങല കെട്ടിയൊരു മരമൊക്കെ ഉണ്ട്. ഇത് വ്യൂ പോയിന്റ് ആണ്. വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ മുകളിൽ പോകുമ്പോൾ അവിടെ 9ാം വളവ് ഹെയർപിൻ വളവ് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിന്റ് എന്നൊരു സ്ഥലം കാണാം. അവിടെ കുറേ വിശാലമായ സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് ഏരിയ മുഴുവനും കാണാൻ പറ്റും. അതായത് കോഴിക്കോടിൻ്റെ അടുത്തുള്ള കോഴിക്കോട് പട്ടണം മുഴുവനും ഇവിടെ നിന്ന് കാർമേഘം ഒന്നും ഇല്ലെങ്കിൽ, ഇവിടെ എല്ലാം കുറച്ചും മുകളിലേക്ക് പോകണം, ഇല്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈവൻ കോഴിക്കോട് കടൽ വരെ കാണാൻ പറ്റും. 55 കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട്ട് കടൽ വരെ കാണാൻ പറ്റുമെന്ന് പറയുന്നു. ദിസ് ഈസ് ദ വ്യൂ പോയിന്റ്. പക്ഷെ ഇന്നിപ്പോൾ നല്ല മേഘമുള്ള കാരണം നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ദൂരെ അങ്ങായി എന്തൊക്കെ കാണുന്നു എന്ന് പറഞ്ഞ പോലെ കാണാനേ പറ്റുള്ളൂ. രാത്രിയാണെങ്കിലും ചുരത്തിൽ മുഴുവൻ ലൈറ്റ് ഇങ്ങനെ വളഞ്ഞു പോകുന്ന നല്ലൊരു കാഴ്ചയാണ് ശരിക്കും. ഇത് 800 മീറ്റർ ഉയരത്തിലാണെന്ന് നോക്കണം. ഇവിടെ ചുരം കഴിഞ്ഞു 12 കിലോമീറ്റർ കഴിഞ്ഞ് ലക്നൌവിലേക്ക് പ്രവേശിക്കുന്ന ഏരിയയാണ്. ഇതാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അടിയിൽ ഇപ്പോഴും നമുക്ക് സൂക്ഷിച്ച് കാണാം, വണ്ടിയൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഈ വഴി നേരെ പോയാൽ മൈസൂർക്ക് പോകാം. പിന്നെ നമ്മൾ എത്തുന്നത് ലക്കിടിയാണ്. ലക്കിടിയിൽ പൂക്കോട് ലേക്ക് എന്ന് പറഞ്ഞ ഒരു തടാകമുണ്ട്. 13 ഏക്കർ കിടക്കുന്ന ഒരു തടാകമാണ്. അതിൻ്റെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഞാനെത്തിയപ്പോൾ 5 മണി കഴിഞ്ഞിരുന്നു. 6 മണിക്ക് ഇത് അടയ്ക്കും. 20 ആളുകളൊക്കെ പോയിരുന്നു. അപ്പോൾ ഈ തടാകത്തിൽ പെഡൽ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ഒരു ഫ്രഷ് വാട്ടർ അക്വേറിയം ഉണ്ട്. പിന്നെ ഈ തടാകത്തിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 13 ഏക്കർ കിടക്കുന്ന തടാകമാണ്. ഇവിടെ നീല ആമ്പൽ കുറേ ഉണ്ടാവാറുണ്ട്. ഇന്നൊന്നും കാണുന്നില്ല. അതുപോലെ ഇവിടെ മാത്രം കാണുന്ന ഒരു പൂക്കോട് പരൽ എന്ന് പറഞ്ഞ ഒരു മീനും എൻ്റെ ഉള്ളിലുണ്ട്. ഇതിപ്പോൾ നല്ല മഴ, തോരാ മഴ ഏതാണ്ട് പെയ്തൊഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് കിട്ടിയ സമയത്ത് ഞാൻ കയറിപ്പോയി കണ്ടതാണിത്. ഇതാ കിടക്കുന്നതാണ് പെഡൽ ബോട്ടുകൾ. ഇതിപ്പോൾ എല്ലാവരും ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്ന കാരണം എല്ലാം എടുത്തിട്ടിരിക്കുകയാണ് അവിടെ ബോട്ടൊക്കെ. 5-6 പേര് ഇപ്പോൾ കാണാനുള്ളൂ. ഫ്രഷ് വാട്ടർ അക്വേറിയൊക്കെ പൂട്ടി. ഇതിൻ്റെ അപ്പുറത്ത് മുഴുവനും കാടുകളാണ്. ഈ കാട്ടിലുള്ള യാത്രയും നല്ല രസമാണ്. പൂക്കോട് ലേക്ക് മാത്രമല്ല, ഇതിൽ കൂടെ വരുവാണെങ്കിൽ ഈ കാട്ടിൽ യാത്രയും ചെയ്ത് കഴിഞ്ഞിട്ടേ മടങ്ങാവൂ. ഇത് ഈ ലേക്കിൽ നിന്ന് മെത്തി വരുന്ന വെള്ളം ഒഴുക്കി വിടുന്ന ഒരു ചാലാണിത്. ഇവിടെ ഒരു ഹരിത ഗൃഹമുണ്ട്, ഒരു ഫ്രഷ് വാട്ടർ അക്വേറിയം ഉണ്ട്. അതാണ് അവിടെയാണ് നമ്മൾ കാണുന്നതൊക്കെ.
ഇതൊരു 2100 അടി സമുദ്രത്തിൽ നിന്ന് ഉയരത്തിലുള്ള സ്ഥലമാണ് പൂക്കോട് തടാകമൊക്കെ. ലക്കിടിയിൽ നിന്ന് 1 കിലോമീറ്റർ, ലക്കിടി തന്നെയാണ്, മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ തടാകം. ഇവിടെ ഇപ്പോൾ റോ ബോട്ടിങ്, തുഴഞ്ഞു പോകുന്ന ബോട്ടൊന്നും ഞാൻ കണ്ടില്ല, എല്ലാം പെഡൽ ബോട്ടിങ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അവിടെ തന്നെ കരകൗശല എക്സിബിഷൻ ഉണ്ട്. അവിടെ വയനാട്ടിലെ സുഗന്ധദ്രവ്യങ്ങളും എല്ലാ സംഭവവും, തേനും ഗ്രാമ്പും എല്ലാം കിട്ടുന്ന, ഒറിജിനൽ സാധനം കിട്ടുന്ന ഒരു കട അതിൻ്റെ ഉള്ളിലുണ്ട്. അത്യാവശ്യം വിശ്വസനീയമാക്കി പറ്റിയതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക് യു.